ഗൈസ് നമ്മളപ്പോൾ ഇന്നത്തെ വ്ളോഗ് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ അവിടെ പോവുക. നമ്മൾ ബീച്ചിൽ ഒരു ഈവനിങ് ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ ശിവയുണ്ട്, കണ്ണനുണ്ട്, കണ്ണൻ്റെ അനിയൻ ശിവയുണ്ട്, അച്ചൂസ്, കാക്കു, അകത്ത് ശ്രീഹരിയുണ്ട്, ഹരിച്ചേട്ടയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ്. ഇത് എന്താകും എങ്ങനെയാകുമെന്ന് അറിയില്ല. അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ച കാണിച്ചു തരാം. വണ്ടിയിൽ പോണ കുറച്ച് ടിപ്സ്, അതുപോലെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഞങ്ങൾ എന്താ ചെയ്യണം എന്നുള്ള പരിപാടി എങ്ങനെയാണ്. അപ്പോൾ അങ്ങോട്ട് പോണ വഴിക്കുള്ള കാഴ്ച കാണാം. എല്ലാവരും ഒന്ന് വന്ന് ലൈനപ്പായിട്ട് നമുക്ക് പോകണം. ഓക്കെ, നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. ഈവനിങ് ട്രിപ്പ് ടു കുഴിപ്പള്ളി. കുഴിപ്പള്ളിയിലേക്ക് ഇവിടുത്തെ 54 കിലോമീറ്റർ അടുത്തുണ്ട്. അല്ല 54 കിലോമീറ്റർ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ വഴിക്കുള്ള കാഴ്ചകൾ. ഓക്കെ, ബാക്കിൽ പിള്ളേരുണ്ട്, ഫ്രണ്ടിൽ ചേട്ടന്മാരുണ്ട്. ഓക്കെ, നമ്മൾ കുറച്ച് കവർ ചെയ്ത് പോയി. അപ്പോൾ അത് കാരണം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അത് തന്നെയാണ് എല്ലാവരും അവരിപ്പോൾ അടുത്തെത്തും. അപ്പോൾ അവരെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ നൈസായിട്ട് ഏതാണ്ടൊരു 10-13 കിലോമീറ്ററോളം മാറിയിട്ടുണ്ട്. ഇനിയുണ്ട് 38 കിലോമീറ്ററോളം അടുത്ത് 40. അപ്പോൾ അത്രയും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ നൈസായിട്ട് പോകണം. യൂസ് ഹെൽമെറ്റ്, ഞാൻ വ്ളോഗ് എടുക്കാൻ വേണ്ടി ഹെൽമെറ്റ് വരികയാണ്. ഓക്കെ, വണ്ടിയിൽ പോകുമ്പോൾ എല്ലാവരും ഹെൽമെറ്റ് യൂസ് ചെയ്യുക. നമ്മൾ മിക്കവാറും ബീച്ചിലെത്തുമ്പം രാത്രിയാകും. ഇപ്പം സമയം ഏതാണ്ട് 4:45 കഴിഞ്ഞു. പിന്നും വ്ളോഗ് കാണിച്ചു തരാം. നല്ല അടിപ്പം ബ്ലോക്കാണ്. നമ്മൾ രാത്രിയാകും മിക്കവാറും ചെല്ലുമ്പോൾ. ഏത് ടൈം എടുക്കും. എന്നാ ടൈം എടുക്കും. അപ്പം ടൈം എടുത്തിട്ട് നമ്മൾ എത്തുള്ളൂ. വണ്ടിയൊന്നും അനങ്ങട് പോലും ഇല്ല. ആ ഗൈസ്, അനക്കം വന്നിട്ടുണ്ട്. ചെറിയൊരു അനക്കം അനങ്ങുന്നുണ്ടോ? അതിനകത്ത് അനങ്ങുന്നുണ്ട്. ചെറിയ അനക്കം കിട്ടി. ഇനി ഒന്ന് നീങ്ങി കിട്ടിയാൽ മതി. വീണ്ടും അനക്കം നിലച്ചിരിക്കുന്നു. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇനി ഏതാണ്ട് 6 കിലോമീറ്റർ കൂടി. Turn left onto Beach Road. Continue on Beach Road for 2 kilometers. ഇതിനപ്പുറമാണ് ബീച്ച്. നമ്മൾ ആദ്യം എത്തിയിരിക്കുകയാണ്. നമ്മളാണ് ആദ്യം എത്തിയത്. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. വണ്ടി എവിടെയെങ്കിലും വെക്കാനുള്ളൊരു സ്ഥലം. ഏകദേശം നമ്മളങ്ങനെ ബീച്ചിലെത്തിയിട്ടുണ്ട്. നമുക്കപ്പോൾ വണ്ടി വെക്കാനുള്ളൊരു സ്ഥലം കണ്ടെത്തണം. അങ്ങോട്ട് പോകും. ബീച്ചിൽ വെള്ളം കുടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു എനിക്ക്. ബ്യൂട്ടി പാർലറാണ്. കൊള്ളാം. ഇവിടെയാണ് വെച്ചാൽ ഇവിടെ വെക്കണം. അതങ്ങാ പോകണം. ഇത് ആ കടയുടെ അവിടെ വെക്കാം. നമ്മൾ വെള്ളം കുടിക്കാം. നമ്മളങ്ങനെ എത്തി. നമുക്കത് വെള്ളം കുടിക്കാം. നമ്മളിവിടെ എത്തിയൊരു വെള്ളമൊക്കെ മേടിച്ച് വെള്ളം കുടിക്കണം.
ഒന്ന് പിടിച്ചാൽ ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കും തുറന്ന് തന്നാലും മതി. കാരണം നമ്മൾ ഫസ്റ്റ് ട്രിപ്പല്ലേ ഉണ്ടാക്കി കുറേ നാൾക്ക് ശേഷം. അതെ അതെ കഴിഞ്ഞ നമ്മളങ്ങനെ എത്തി പുൽപ്പള്ളി ബീച്ചിട്ട് കയറാൻ പോണാണ്. അപ്പോൾ കയറാൻ പോണ നിങ്ങളും കൂടി കണ്ടു. ഗൈസ് നിങ്ങൾ വീട്ടിൽ നിന്ന് ബോറടിക്കുകയാണ് ഇതുപോലെയൊക്കെ കൂട്ടുകാരൊക്കെ കൂടി ഇവിടെ വരിക. ഗൈസ് നമ്മൾ അതുപോലെ നമ്മുടെ വീഡിയോക്ക് അപ്ഡേഷന് വേണ്ടി നമ്മൾ ഒരു ഫോൺ എടുത്തായിരുന്നു. അപ്പോൾ അതിലാണ് വീഡിയോ എടുക്കണം. അപ്പോൾ വീഡിയോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. ഗോപ്രോയിലായിരുന്നു ഇത്ര നാൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഗോപ്രോ ഉണ്ട്, ഗോപ്രോ വന്നിട്ടില്ല. ഫോൺ എടുത്താറുടെ ഫോണിലാണ് ഇപ്പോൾ വീഡിയോ മൊത്തം എടുക്കുന്നത്. ഏത് ക്ലാരിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യൂ. കമൻറ്റ് ബിലോ ഗൈസ്. ഗൈസ് നമുക്ക് അവരും കൂടി എത്തിയിട്ട് അവരിപ്പോൾ ഒരു 3 കിലോമീറ്റർ കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരെ കൂടി എത്തിയിട്ട് നമുക്ക് വെള്ളത്തിലിറങ്ങി നൈസായിട്ട് പരിപാടികളൊക്കെ ആലോചിക്കാം. ഇറങ്ങണില്ലേ? പിന്നെ ഇറങ്ങാണ്ട് എന്ത് പരിപാടി? ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് വരാം. ഗൈസ് അവന്മാരിവിടെ എത്തിയിട്ടുണ്ട്. ഏത് അവന്മാരെ കൂടി വിളിക്കാം, അവരോട് കാണാം. ഏത് അവന്മാർക്ക് വിളിച്ചിട്ട് വരാം നമുക്ക്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു യാത്ര? ഇരുന്ന് അടുത്തല്ലേ? ഗൈസ് കാല് വയ്യാച്ചിട്ട് ഞങ്ങൾ ശ്രീഹരനെ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. നീയൊക്കെ ഈ ദൂരത്ത് നിൽക്കണ എന്തിനാടാ? അവിടെ അല്ല, ഇവിടെ ആള് കുറവാ, ഇവിടെ നൈസാ. എങ്ങനെയുണ്ടായിരുന്നു അച്ഛേ യാത്ര? യാത്ര ഓടിക്കൊണ്ടുപോകാൻ എടുക്കട്ടല്ലേ? ശിവ എങ്ങനെയുണ്ടായിരുന്നു? ഒരേ പൊളി. കൈ കഴിച്ചല്ലേ? ഏതോ നമ്മൾ എത്തിയിട്ടുണ്ട്. എല്ലാവരും ആയി ഒന്നും പറയാനായിട്ടില്ല. ഇനിയും 2 പേര് വരാനുണ്ട്. അവരുടെ വണ്ടിക്ക് എന്തോ നൈസായിട്ടൊരു പണി കിട്ടി. അപ്പോൾ അവർ വണ്ടി കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞേ. ഏത് ഇപ്പം ഇറങ്ങുമല്ലേ? ശിവേ ഇറങ്ങുമല്ലേ? ഇറങ്ങുമല്ലേ? അതെ അതെ. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഇറങ്ങിയിട്ട് കാണാം. അപ്പോൾ 3, 2, 1 ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ അവൾ ഉടുപ്പൊക്കെ മാറിയിട്ട് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാൻ പോവുകയാണ്. വെള്ളത്തിലോട്ട് പോകുന്നു. അയ്യോ ഫോൺ കടിച്ചില്ല. പിടിച്ചോ. ഗൈസ് നമ്മൾ ചാടാൻ പോവുകയാണ്. ഞാനോട്ട് ശിവയായിട്ട് വാ.
നീ എന്തി കാണിക്കണേ? അച്ചൂസിന്റെ അവിടെ മണ്ണെടുക്കുവാണ്. മണൽ മാഫിയ. ഷട്ടിക്കുള്ളിൽ മണ്ണ്, ഷട്ടിക്കുള്ളിൽ ഭീകരൻ. ഇറങ്ങാൻ പറഞ്ഞൊരു കുഴിയാണ്. ഒരു സെക്കൻഡ് വായിച്ചവൻ. ലബ്ബാണോ? ലബ്ബാണോടാ? അവളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള അനന്തല്ലേ ആണോ? അപ്പൊ തേച്ചോളൂ. ഗായ്സ്, കൂടെ വന്ന രണ്ടുപേർ ഇപ്പോഴാണ് എത്തുന്നത്. കാണിച്ചേ. എന്നാ പറ്റി? ഇതിനകത്ത് വെള്ളം അതെങ്ങനെയാ? വണ്ടിയുടെ പ്ലഗ് കംപ്ലൈന്റ്. എന്റെ പൊന്നു കൊണ്ടുവരാ എത്ര വർഷം കേട്ടിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ചേട്ടൻ വന്ന് ഹെൽപ്പ് ചെയ്തു. എന്നാ പറ്റിയാണോ വണ്ടി? വണ്ടി മിസ് ചെയ്ത് അങ്ങോട്ട് പോണം. അവനവിടെ അങ്ങനെ അങ്ങനെയാണ് ജീവിക്കണേ. കണ്ട കൈസ്, അത് മണ്ണിൽ പൂഴ്ത്തി ഇവിടെ ഉണ്ട്, സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. പോയി ആ വെള്ളത്തിലൂടെ ഇറങ്ങി പോയിട്ടുണ്ടാവില്ല. പോയി ക്ലൈമറ്റൊക്കെ നൈസായിട്ട് ചേഞ്ച് ആയി, ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ്, കുളിയല്ല വെള്ളത്തിൽ കളിയൊക്കെ കഴിഞ്ഞ്, അപ്പോൾ നമ്മൾ നൈസായിട്ട് പോകാനായിട്ടുള്ള പരിപാടിയാണ്. ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യം കാണുന്നവർ എന്ത് ചെയ്യണം? പറയും. ലൈക്ക് ചെയ്യണം. ഗൈസ്, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.